ഡിഗ്രിക്ക് ചേർന്ന് കഴിഞ്ഞ് കുന്നുകയറുക എന്നത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. തീർത്തും ഈ യാത്രയിലും അതേ ഊർജം തന്നെയാണ് 10-27 വർഷങ്ങൾക്ക് ശേഷവും കാണാൻ കഴിഞ്ഞത്. നേരത്തെ തന്നെ ക്യാമ്പസിലെത്തി ചുറ്റുവട്ടം കാണുക, ആ പരിസരത്തൂടെ നടക്കുക, ബുദ്ധൻ്റെ അടുത്ത് പോയിരിക്കുക, കുശലങ്ങൾ പലതും പറഞ്ഞിരിക്കുക. വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഉണ്ടായത്. ബുദ്ധനെ വിട്ട് യാതൊരു കളിയുമില്ലല്ലോ ഗുരുവായൂരപ്പൻ കൂടെ വന്നു കഴിഞ്ഞാൽ, അല്ലേ? ക്യാമ്പസിലെ ഈ ഒരു കാഴ്ചകൾ നമ്മൾ വളരെയേറെ ഇഷ്ടത്തോടു കൂടിയാണ് കാണുന്നത്. നമ്മുടെ ഫൈനൽ ഇയർ ഡിഗ്രി ക്ലാസ്സിൻ്റെ മുന്നിൽ തന്നെയാണ് റംഷു പോയി നിന്നത്. ഏതായാലും സാജിദ് എത്തി, മറ്റുള്ള കൂട്ടുകാരെല്ലാവരും വന്നിരിക്കുകയാണ്. ക്ലാസ്സിലെ കുട്ടികളെന്ന പോലെ തന്നെയാണ് പല സീനുകളിലും നമ്മൾ കാണാൻ കഴിഞ്ഞത്. പാട്ട് കേൾക്കുന്നതിലും ശരി, ഫോട്ടോ എടുക്കുന്നതിലും ശരി, വളരെ ആതിഥ്യ മര്യാദയോടുകൂടിയാണ് എല്ലാവരും പെരുമാറിയിട്ടുള്ളത്. മറ്റ് സുഹൃത്തുക്കളായി നിന്നുള്ള ഫോട്ടോ സെഷനുകൾ, കൂട്ടം ചേർന്നുള്ള ഈ കളിചിരി തമാശകളും നല്ല ഭക്ഷണവും കഴിച്ച് ഒരുപാട് സ്നേഹങ്ങൾ പങ്കിട്ടാണ് യാത്ര തിരിക്കാൻ തുടങ്ങിയത്. നല്ല ഫോട്ടോസ് എടുത്തുന്ന സാധ്യത ഉണ്ടായിരുന്നു കേട്ടോ. കൂടെ അഷ്റഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആ പാട്ട് എന്നാലും ചുറ്റോട്ടം ഒരിക്കലും മറക്കില്ല എന്ന ആ തോന്നലുകളാണ് നമുക്ക് മനസ്സിലുണ്ടായിരുന്നത്. കോളേജിൻ്റെ അന്തരീക്ഷം വളരെയേറെ ഇഷ്ടത്തോടു കൂടിയാണ് അന്നും ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി നിന്നപ്പോഴും പലരും നേരത്തെ തന്നെ പോയിരുന്നു. എന്നാലും യാത്ര പറയുകയാണെങ്കിൽ വരാൻ കഴിയാത്ത കൂട്ടുകാരോട് ഒത്തിരി ടാറ്റ സ്നേഹമാണ് ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. മിസ് യു. എല്ലാവരും യാത്ര ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ മുന്നേ പാടിയ ആ പാട്ട് അല്ലേ, ആർക്കും തന്നെ പ്രായമായിട്ടില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി കാത്തിരിക്കാം, അല്ലേ? വെയിറ്റ് ആൻഡ് സീ. സ്നേഹത്തോടെ രാജേഷ്.